നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ചാണ്. അതിൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് ടൈപ്പാണ്. ഇതിനെ റെക്റ്റാങ്കുലാർ ഡിസ്ട്രിബ്യൂഷൻ എന്നും വിളിക്കാറുണ്ട്. മനസ്സിലായല്ലോ? ഫസ്റ്റ് വൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് നോക്കാം. എ റാൻഡം വേരിയബിൾ എക്സ് ഈസ് said to follow continuous uniform distribution in the interval open interval ab if its pdf is f of x equal to 1 by b minus a when a less than or equal to x less than or equal to b. ഇത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന് എഴുതിയാലും ശരിയാണ്, ഈക്വൽ ടു ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ ബി മൈനസ് എ വെൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, 0 എൽസ്വെയർ. ഇതാണ് കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ PDF. മനസ്സിലായല്ലോ? ഇതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ നോക്കാം. എ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ഇൻ്റർവൽ എ ബി ഈസ് ഡിനോട്ടഡ് ബൈ യു ദെൻ ഇൻ്റർവൽ എ ബി, യു ഓഫ് എ ബി എന്ന് എഴുതിയാൽ മതി. ഇത് വായിക്കുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി ഇൻ്റർവൽ എ ബി എന്നാണ്. ഇതിനെ റെക്റ്റാങ്കുലാർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാറുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ, ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു റെക്റ്റാങ്കുലാർ ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഡിസ്ട്രിബ്യൂഷനെ റെക്റ്റാങ്കുലാർ ഡിസ്ട്രിബ്യൂഷൻ എന്നും വിളിക്കാറുണ്ട്. നെക്സ്റ്റ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഒരു എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/3 ഇഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, 0 അതർവൈസ്. ഇവിടെ എയുടെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പർ 1 ആണ്, ബിയുടെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പർ 4 ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 1 ബൈ ബി മൈനസ് എ ആണല്ലോ, ബി മൈനസ് എ, ദാറ്റ് ഈസ് 1 ബൈ ബി എന്ന് പറയുന്നത് 4 മൈനസ് എ എന്ന് പറയുന്നത് 1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/3. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/3 ഇഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, 0 അതർവൈസ്. ഇത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന് എക്സാമ്പിളാണ്. നമുക്കിതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കാം. ഇപ്പോൾ എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എക്സ് ആക്സിൽ നമുക്കറിയാം എക്സ് വാല്യൂസ് ആണ്, റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് ആണ്. വൈ ആക്സിസിൽ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആണ്, പ്രോബബിലിറ്റി ആണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഇവിടെ വൈ ആക്സിസിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഈ ഇൻ്റർവലിനകത്താണ് അല്ലേ, അതുകൊണ്ട് 1, 4 മാത്രമേ ഞാൻ ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/3 ആണ്. അതായത് 1 മുതൽ 4 വരെ എഫ് ഓഫ് എക്സ് യൂണിഫോം ആയിട്ടാണ് നിൽക്കുന്നത്. ആ വാല്യൂ എന്ന് പറയുന്നത് 1/3 ആണ്. 1 മുതൽ 4 വരെ എഫ് ഓഫ് എക്സ് യൂണിഫോം ആണ്, അതായത് വൈ യൂണിഫോം ആയിട്ട് നിൽപ്പുണ്ട്, 1/3 ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് 1 മുതൽ 4 വരെ. മനസ്സിലായല്ലോ? നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടി. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനെ റെക്റ്റാങ്കുലാർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അടുത്തതായി പ്രോപ്പർട്ടീസ് ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻസ് എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ മീൻ ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. മീൻ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണെന്നറിയാലോ. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മീൻ എന്ന് പറയുന്നത് a+b/2 ആയിരിക്കും. മനസ്സിലായല്ലോ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ഇവിടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ ലിമിറ്റ് എന്ന് പറയുന്നത് a to b ആണ്, എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് PDF ആണല്ലേ. PDF എന്താണെന്ന് അറിയാം. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എന്ന് പറയുന്നത് 1 ബൈ ബി മൈനസ് എ ആണ്. ലിമിറ്റ് എന്ന് പറയുന്നത് a to b ആണ്. ഇപ്പോൾ ഇൻ്റഗ്രൽ a to b എക്സ് ഇൻറ്റു 1 ബൈ ബി മൈനസ് എ, എഫ് ഓഫ് എക്സിന് പകരം 1 ബൈ ബി മൈനസ് എ കൊടുക്കണം. അപ്പോൾ ഇൻ്റഗ്രൽ a to b എക്സ് ഇൻറ്റു 1 ബൈ ബി മൈനസ് എ, അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രലിന് പുറത്തെടുക്കാം. 1 ബൈ ബി മൈനസ് എ ഇൻറ്റു ഇൻ്റഗ്രൽ a to b എക്സ് ഡി എക്സ് എന്ന് കിട്ടും. എക്സിൻ്റെ ഇൻ്റഗ്രൽ അറിയാമല്ലോ, x²/2. ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മീൻ എന്ന് പറയുന്നത് a+b/2 എന്ന് കിട്ടും. അതിൻ്റെ പ്രൂഫിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ഈ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല മാത്രം അറിഞ്ഞിരുന്നാൽ മതി. മീൻ expectation of x equal to a+b/2 in the case of continuous uniform distribution. Next, variance of continuous uniform distribution. Variance എന്ന് പറയുന്നത് μ2 ആണല്ലേ, സെക്കൻഡ് സെൻട്രൽ മൊമെന്റ് ആണ്.
mu2 is equal to b minus a the whole square divided by 12. b minus a the whole square ആയതുകൊണ്ട് ഈ b minus a തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല, a മൈനസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും പ്രശ്നമില്ല. ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് ഇതിനകത്തുനിന്നൊരു നെഗറ്റീവ് പുറത്തെടുത്താലും സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവായിട്ട് a മൈനസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് തന്നെ വരും. ഓക്കെ, അപ്പോൾ a മൈനസ് ബി ദി ഹോൾ സ്ക്വയർ ബൈ 12 ഇതാണ് മീൻ ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് ഓൾ ദി മൊമെന്റ്സ് എന്ന് മാത്രം പറഞ്ഞാൽ അത് സെൻട്രൽ മൊമെന്റ്സ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓൾ ദി മൊമെന്റ്സ് ദാറ്റ് ഈസ് സെൻട്രൽ മൊമെന്റ്സ് ഓഫ് ഓഡ് ഓർഡർ ആർ 0. അപ്പോൾ ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ്സുകളെല്ലാം 0 ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. mu1 0 ആയിരിക്കും, mu3 0 ആയിരിക്കും, mu5 0 ആയിരിക്കും, mu7 0 ആയിരിക്കും. അങ്ങനെ ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ്സുകളെല്ലാം 0 ആയിരിക്കും. അപ്പോൾ സെൻട്രൽ മൊമെന്റ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. mu k ഈക്വൽ ടു 0 ഇഫ് k ഈസ് ഓഡ്. ഇപ്പോൾ k ഓഡ് ആകുന്ന സമയത്ത് സെൻട്രൽ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. mu1 0, mu3 0, mu5 0 എക്സെട്ര. ദെൻ k ഈവൻ ആകുന്ന സമയത്ത് mu k എന്ന് പറയുന്നത് സെൻട്രൽ മൊമെന്റ്സ് എന്ന് പറയുന്നത് 1 ബൈ k പ്ലസ് 1 ഇൻറ്റു b മൈനസ് എ ബൈ 2 ദി ഹോൾ റൈസ് ടു k ആയിരിക്കും. അപ്പോൾ k ഈവൻ ആകുന്ന സമയത്ത് mu k എന്ന് പറയുന്നത്, അതായത് സെൻട്രൽ മൊമെന്റ് അബൌട്ട് മീൻ, അതാണ് സെൻട്രൽ മൊമെന്റ്. സെൻട്രൽ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? k ഈവൻ ആകുന്ന സമയത്ത് 1 ബൈ k പ്ലസ് 1 ഇൻറ്റു b മൈനസ് എ ബൈ 2 ദി ഹോൾ റൈസ് ടു k. ഇവിടെ നമുക്ക് mu2 കണ്ടുപിടിക്കണം. mu2 ഇപ്പോൾ kക്ക് 2 കൊടുത്താൽ മതി അല്ലേ. 2 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ ഈ ഫോർമുലയ്ക്കകത്ത് kക്ക് 2 കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 1 ബൈ k എന്ന് പറയുമ്പോൾ 2 അല്ലേ, 2 പ്ലസ് 1 3 ഇൻറ്റു b മൈനസ് എ ബൈ 2 ദി ഹോൾ റൈസ് ടു k. k ഇവിടെ 2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ 3 ഇൻറ്റു b മൈനസ് എ, ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ, b മൈനസ് എ ഹോൾ സ്ക്വയർ ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു b മൈനസ് എ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടും. അതാണ് mu2. mu2 എന്ന് പറയുമ്പോൾ വേരിയൻസ് ആണ്. നമുക്ക് വേരിയൻസ് അങ്ങനെയല്ലേ കിട്ടിയത്? വേരിയൻസ് mu2 ഈക്വൽ ടു b മൈനസ് എ ദി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 12. അതല്ലെങ്കിൽ a മൈനസ് ബി ദി ഹോൾ സ്ക്വയർ ബൈ 12 എന്ന് എഴുതിയാലും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ mu2 കണ്ടുപിടിച്ചു. mu2 ഈക്വൽ ടു b മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 12 ആണ്. നെക്സ്റ്റ് mu3 ഈസ് ഈക്വൽ ടു 0. കാരണം എന്താണ്? ഇത് ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ് ആണ് അല്ലേ. mu3 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആണല്ലോ, അതുകൊണ്ട് mu3 0 ആണ്. കണ്ടോ, k ഈസ് ഓഡ്. k ഓഡ് ആകുന്ന സമയത്ത് mu k എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ kയുടെ സ്ഥാനത്ത് 3 ആണ് കൊടുത്തേക്കുന്നത്. 3 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പറാണ്. സോ mu3 ഈക്വൽ ടു 0. നെക്സ്റ്റ് mu4 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. സോ mu4 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് mu4 കണ്ടുപിടിക്കാം. 1 ബൈ k ഇവിടെ 4 ആണ്, 4 പ്ലസ് 1 ഇൻറ്റു b മൈനസ് എ ബൈ 2 ദി ഹോൾ റൈസ് ടു 4. 1 ബൈ 4 പ്ലസ് 1 എന്ന് പറയുന്നത് 5 ആണ്, ഇൻറ്റു b മൈനസ് എ ദി ഹോൾ റൈസ് ടു 4 ഡിവൈഡ് ബൈ 2 റൈസ് ടു 4. 2 റൈസ് ടു 4 16 ആണ്. സോ b മൈനസ് എ ദ ഹോൾ റൈസ് ടു 4 ഡിവൈഡ് ബൈ 30 എന്ന് കിട്ടും. ഇതാണ് mu4. നമുക്ക് mu1ഉം mu2ഉം mu3ഉം mu4ഉം വരെ കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമുക്ക് മീഡിയൻ ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓവർ ദ ഇൻ്റർവൽ AB എന്താണെന്ന് നോക്കാം. മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്താണ്. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. ഇൻ്റഗ്രൽ a to m f of x dx ഈക്വൽ ടു 1/2. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന m എന്താണോ അതാണ് അവിടുത്തെ മീഡിയൻ. ഇവിടെ a എന്ന് പറയുന്നത് എക്സിൻ്റെ ലോവർ ലിമിറ്റ് ആണ്. ഇവിടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ എക്സിൻ്റെ ലോവർ ലിമിറ്റ് a തന്നെയാണ്. സോ എക്ക് യാതൊരു മാറ്റമില്ല. a to m ആണ് മീഡിയൻ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് PDF ആണ്. ഇവിടെ PDF എന്ന് പറയുന്നത് 1/b മൈനസ് എ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിന് പകരം 1/b മൈനസ് എ എഴുതുക. dx ഈക്വൽ ടു 1/2. 1/b മൈനസ് എ കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രലിന് പുറത്തെടുക്കുക. 1/b മൈനസ് എ ഇൻറ്റു ഇൻ്റഗ്രൽ a to m 1 dx ഈക്വൽ ടു 1/2. ഈ 1/b മൈനസ് എ ഉണ്ടല്ലോ, ഡിനോമിനേറ്ററിലാണ് b മൈനസ് എ കിടക്കുന്നത്.
അതിനെ ഈക്വൽ ടുവിന് അപ്പുറം കൊണ്ടുപോകുമ്പോൾ ന്യൂമറേറ്ററിലാവും അല്ലേ. ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററിൽ വരും b-a/2 എന്നാവും. ലെഫ്റ്റ് സൈഡ് ഇൻ്റഗ്രൽ a to m 1 dx എന്ന് കിട്ടും. ഇൻ്റഗ്രൽ 1 dx എന്ന് പറയുന്നത് x ആണെന്നറിയാം. സോ x വിത്തിൻ ദ ലിമിറ്റ് a to m is equal to b-a/2. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കണം എക്സിന്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എം മൈനസ് ലോവർ ലിമിറ്റ് എ ആണ്, എക്സിന് എ കൊടുക്കുക. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ളത് എം മൈനസ് എ എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു b-a/2. എം ഇസ് ഈക്വൽ ടു b-a/2 റൈറ്റ് സൈഡിലുണ്ട്. ഈ മൈനസ് എ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ പ്ലസ് എ ആയി. b-a/2 പ്ലസ് എ. എം ഇസ് ഈക്വൽ ടു ഈ 2 അങ്ങോട്ട് ക്രോസ് ചെയ്തു, b-a+2a ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് മീഡിയൻ എം ഇസ് ഈക്വൽ ടു a+b/2. അപ്പോൾ കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മീഡിയൻ എന്താണ്? b+a/2 അതല്ലെങ്കിൽ a+b/2. a+b/2 മനസ്സിലായല്ലോ. ഇതിൻ്റെ പ്രൂഫിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ഈ ഫോർമുല മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, mean deviation about mean of uniform distribution is equal to mean deviation about mean കാണുന്ന ഫോർമുല എന്താണ്? expectation of mod x minus mean. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്ന് പറയുന്നത് b-a ഹോൾ ഡിവൈഡ് ബൈ 4 ആണ്. ബിയും എയും എന്താണെന്ന് അറിയാലോ. നമ്മുടെ PDF നോക്കുക, അവിടെ എക്സിൻ്റെ ലോവർ ലിമിറ്റാണ് എ, അപ്പർ ലിമിറ്റാണ് ബി. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ 4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. മനസ്സിലായല്ലോ. നെക്സ്റ്റ് പോയിന്റ്, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ mxt ആണ് അല്ലേ. കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് e⁻tx. അതിൻ്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്താൽ മതി. Moment generating function in the case of continuous uniform distribution is equal to e⁻bt minus e⁻at whole divided by t into b minus a. ഇതാണ് moment generating function in the case of continuous uniform distribution or rectangular distribution. ഓക്കെ, ഇവിടെ b എന്ന് പറയുന്നത് ആ റാൻഡം വേരിയബിളിൻ്റെ അപ്പർ ലിമിറ്റ്, എ എന്ന് പറയുന്നത് റാൻഡം വേരിയബിളിൻ്റെ ലോവർ ലിമിറ്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ φxt. mxt നിന്നും φxt എഴുതാൻ പറ്റും. എങ്ങനെയാണ്? ടിയെ it കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. ഇപ്പം ടി ഉള്ളിടത്തെല്ലാം it കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എഴുതാൻ പറ്റും. φxt ഈക്വൽ ടു e⁻ibt മൈനസ് e⁻iat. ഈ ടി ഉള്ളിടത്ത് it കൊടുത്തു, i ആദ്യം എഴുതിയെന്നേ ഉള്ളൂ. e⁻ibt മൈനസ് e⁻iat ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലൊരു ടി ഉണ്ട്, അതിനെ it കൊണ്ട് റീപ്ലേസ് ചെയ്തു, it ഇൻറ്റു b മൈനസ് എ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, മോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആസ് ദി പ്രോബബിലിറ്റി അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ദ ഇൻ്റർവൽ എ ബി റിമൈൻസ് സെയിം. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മോഡ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. മോഡ് എന്ന് പറയുമ്പോൾ എന്താ? എക്സിൻ്റെ വാല്യൂ അറ്റ് വിച്ച് എഫ് ഓഫ് എക്സ് ഈസ് മാക്സിമം. എഫ് ഓഫ് എക്സിനെ മാക്സിമം ആക്കുന്ന എക്സിൻ്റെ വാല്യൂ ആണ് മോഡ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഈ ഇൻ്റർവലിനകത്ത് എഫ് ഓഫ് എക്സ് യൂണിഫോം ആയിരിക്കും അല്ലേ, ഒരേപോലെ ആയിരിക്കും, എല്ലായിടത്തും റിമൈൻസ് സെയിം ആയിരിക്കും. അതുകൊണ്ട് മോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ കേസ് ഓഫ് continuous uniform distribution. Next point, random variable x follows uniform distribution over the interval 0, 1. Then the variable y is equal to minus 2 log x follows chi-square distribution with 2 degrees of freedom. Chi-square distribution ഒക്കെ കുറിച്ച് നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഈ ഒരു പോയിന്റ് നന്നായിട്ട് മനസ്സിലാക്കണം. ഇതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, ഈ ഒരു പോയിന്റ് മനസ്സിലാക്കണം. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ എയുടെ സ്ഥാനത്ത് 0യും ബിയുടെ സ്ഥാനത്ത് 1ഉം ആണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓവർ ദ ഇൻ്റർവൽ
0 1. Then the variable y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? അത് എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. y is equal to -2 log x. എങ്കിൽ y ഫോളോ ചെയ്യുന്നത് chi സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വിത്ത് 2 degrees ഓഫ് ഫ്രീഡം. ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ PDF നമുക്കറിയാം. f of x equal to 1/b minus a if a less than or equal to x less than or equal to b, 0 otherwise. അത് ഞാനൊരു നമ്പർ ലൈനിൽ അടയാളപ്പെടുത്തി. ഇങ്ങേറ്റം -∞, അങ്ങേറ്റം +∞. പിന്നെ ഇതിനകത്ത് എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് എയും അപ്പർ ലിമിറ്റ് ബിയും ആണ്. അപ്പോൾ എയും ബിയും അടയാളപ്പെടുത്തി. നമുക്കറിയാം ഇങ്ങോട്ട് എയുടെ ലെഫ്റ്റിലേക്ക് അവിടെയൊക്കെ f of x 0 ആണ്. എക്കും ബിക്കും ഇടയ്ക്ക് f of x എന്ന് പറയുന്നത് 1/b minus a എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ബിക്ക് വലതോട്ട് f of x 0 ആണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതാൻ വേണ്ടി ആദ്യം എക്സ് -∞ എക്കും ഇടയ്ക്ക് വരുമ്പോൾ, അതായത് എക്സ് ഇതിന് ഇടയിലായിരിക്കുന്ന സമയത്ത് ക്യാപിറ്റൽ f of x, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് നമ്മൾ ക്യാപിറ്റൽ f of x കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ f of x എന്താണെന്ന് കണ്ടുപിടിക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ഡിസ്കസ് ചെയ്ത് നിർത്തിയ ടോപ്പിക്, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം -∞ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ. എക്സ് എന്ന് പറയുന്നത് -∞ എക്കും ഇടയ്ക്കാകുമ്പോൾ ക്യാപിറ്റൽ f of x എങ്ങനെ കണ്ടുപിടിക്കാം? ക്യാപിറ്റൽ f of x എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ സ്മോൾ എക്സ് ആണെന്നറിയാലോ. പ്രോബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ സ്മോൾ എക്സ്. അപ്പോൾ അപ്പർ ലിമിറ്റ് ക്യാപിറ്റൽ എക്സിൻ്റെ അപ്പർ ലിമിറ്റ് സ്മോൾ എക്സ് ആണ്, ലോവർ ലിമിറ്റ് -∞ ആണ് അല്ലേ. -∞ to x f of x dx. -∞ a, ഇതിനിടയ്ക്ക് f of x എന്ന് പറയുന്നത് 0 ആണ്. സോ 0 dx എന്ന് എഴുതി ആൻസർ 0 കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, ഈ എക്സ് എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയ്ക്ക് വരുമ്പോൾ ക്യാപിറ്റൽ f of x എന്തായിരിക്കും എന്ന് നോക്കാം. വെൻ സ്മാൾ a ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി, നമുക്ക് വേണ്ടത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ f of x ആണ് വേണ്ടത്. ക്യാപിറ്റൽ f of x ഈക്വൽ ടു, ഫോർമുല എന്താണ്? പ്രോബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ സ്മാൾ എക്സ്. അപ്പോൾ അപ്പർ ലിമിറ്റ് സ്മാൾ എക്സ് ആണ് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ അപ്പർ ലിമിറ്റ് സ്മാൾ എക്സ്, ലോവർ ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടില്ല. ലോവർ ലിമിറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങേറ്റം മുതൽ, അതായത് -∞ മുതൽ കൊടുക്കണം. -∞ to x f of x dx, PDF ആണ് f of x. അപ്പോൾ -∞ മുതൽ ഈ എക്സ് വരെ അല്ലേ, -∞ മുതൽ ഈ എക്സ് വരെ f of x ഒരുപോലെയല്ല ഡിഫൈൻ ചെയ്തേക്കുന്നത്. -∞ മുതൽ a വരെ f of x 0യും പിന്നെ എക്ക് വലതോട്ട് ബിക്ക് ലെഫ്റ്റിലോട്ടും f of x എന്ന് പറയുന്നത് 1/b minus a യും ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതിനെ? ഇൻ്റഗ്രൽ -∞ to a f of x dx പ്ലസ് ഇൻ്റഗ്രൽ a to x f of x dx. ഇവിടെ ഇൻ്റഗ്രൽ -∞ to a f of x dx, ഇവിടെ f of x 0 ആയതുകൊണ്ട്, കാരണം ഈ ഇൻ്റർവെലിനകത്ത് f of x PDF അവിടെ 0 ആയതുകൊണ്ട് ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടും. ഇത് 0 കിട്ടും. അപ്പോൾ അതിന് എഴുതേണ്ട ആവശ്യമില്ല. നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് ഇൻ്റഗ്രൽ a to x f of x dx ആണ്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ 0 ആയതുകൊണ്ട് ഫസ്റ്റ് ടൈം 0 ആയി പോകും, പ്ലസ് ഇൻ്റഗ്രൽ a to x f of x. f of x എന്ന് പറയുമ്പോൾ ഈ ഇൻ്റർവെലിനകത്ത് നമുക്കറിയാം 1/b minus a ആണ്. അപ്പോൾ f of x-ൻ്റെ സ്ഥാനത്ത് 1/b minus a കൊടുക്കുക. 1/b minus a into dx ഈക്വൽ ടു 1/b minus a കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്തു. 1/b minus a into ഇൻ്റഗ്രൽ a to x 1 dx which is equal to 1/b minus a into 1ൻ്റെ ഇൻ്റഗ്രൽ x ആണ്, x within the limit a to x. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുക. എക്സിന് അപ്പർ ലിമിറ്റ് x തന്നെയാണ്, അപ്പോൾ x കൊടുക്കുക, x മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുക a. സോ ക്യാപിറ്റൽ f of x എന്ന് പറയുന്നത് x മൈനസ് എ ബൈ ബി മൈനസ് എ എന്ന് കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഇൻ്റർവെലിനകത്ത്, അതായത് വെൻ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ആകുന്ന സമയത്ത് ക്യാപിറ്റൽ f of x എന്ന് പറയുന്നത് x മൈനസ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻ്റർവെലിലേക്ക് പോകും.
എക്സ് എന്ന് പറയുന്നത് ഈ ഇൻ്റർവെലിനകത്താകുമ്പോൾ, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ബി ആകുന്ന സമയത്ത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫോർമുല എന്താണ്? പി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ സ്മോൾ എക്സ്. അപ്പർ ലിമിറ്റ് എക്സ് ആണ്, ലോവർ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റിയും ആണെന്ന് അറിയാം. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ മൈനസ് ഇൻഫിനിറ്റി മുതൽ എക്സ് എന്ന് പറയുന്നത് ഈ ഇൻ്റർവെലിനകത്താണ് അല്ലേ? ഈ ഇൻ്റർവെലിനകത്ത് എവിടെ വേണോ വരാം. അപ്പോൾ അതുവരെ എഫ് ഓഫ് എക്സ് യൂണിഫോം ആയിട്ടല്ല ഡിഫൈൻ ചെയ്തേക്കുന്നത് അല്ലേ? ഈ ഇൻ്റർവെലിനകത്ത് എഫ് ഓഫ് എക്സ് 0 ആണ്, ഈ ഇൻ്റർവെലിനകത്ത് എഫ് ഓഫ് എക്സ് 1/b-a ആണ്, ഈ ഇൻ്റർവെലിനകത്ത് എഫ് ഓഫ് എക്സ് 0 ആണ്. അതുകൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ദെൻ ഇൻ്റഗ്രൽ ബി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇറ്റ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 0 കിട്ടും. എന്തുകൊണ്ടാണ്? എഫ് ഓഫ് എക്സ് 0 ആണല്ലോ. അതുകൊണ്ട് ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. 0 പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ എ ടു ബി എന്ന് പറയുമ്പോൾ ആ പി ഡി എഫ് മൊത്തത്തിൽ ഡിഫൈൻ ചെയ്തേക്കുന്നത് എ ടു ബി ആണ്. അങ്ങനെയാണെങ്കിൽ എ ടു ബി വരെ പി ഡി എഫിനെ, അതായത് എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രോബിലിറ്റിയാണ് കിട്ടുന്നത്, അതായത് 1 ആണ് കിട്ടുന്നത്. നിങ്ങളൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തോ, ആൻസർ 1 എന്ന് കിട്ടും. അപ്പോൾ 1 ടോട്ടൽ പ്രോബിലിറ്റി ആണ് അല്ലേ? ഇൻ്റഗ്രൽ എ ടു ബി. ഈ എ ടു ബി എന്ന് പറയുമ്പോൾ റാൻഡം വേരിയബിളിൻ്റെ മൊത്തം ലിമിറ്റ് ഇട്ടിട്ടുണ്ട്. ലോവർ ലിമിറ്റ് എ, അപ്പർ ലിമിറ്റ് ബി, കംപ്ലീറ്റ് ലിമിറ്റും ഉണ്ട് അതിനകത്ത്. ഇൻ്റഗ്രൽ എ ടു ബി പിന്നെ പി ഡി എഫ് ആണ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു, അത് 1 ആണെന്ന് എല്ലാവർക്കും അറിയാം. പ്ലസ് നെക്സ്റ്റ് ബി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ബി ടു എക്സ് ആകുമ്പോൾ ഈ ഇൻ്റർവെലിനകത്താണ്, അവിടെ എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് 0 ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ അവിടെയും നമുക്ക് ആൻസർ 0 കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇത്രയും മനസ്സിലായല്ലോ? ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടി. ഇനി നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതാം. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇഫ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ. അതായത് എക്സ് ഈ ഇൻ്റർവെലിനകത്താകുമ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അവിടെ 0 ആയിരിക്കും. ആൻഡ് എക്സ് മൈനസ് എ ബൈ ബി മൈനസ് എ ഇഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. എക്സ് എക്കും ബിക്കും ഇടയ്ക്ക് ഈ ഇൻ്റർവെലിനകത്താകുമ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ബൈ ബി മൈനസ് എ ആണ്. നെക്സ്റ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ബി ആകുമ്പോൾ, അല്ലെങ്കിൽ ബി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് അവിടെ 1 ആണ്. മനസ്സിലായല്ലോ? ഇതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇത് അതിൻ്റെ പി ഡി എഫ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ സ്ക്യൂനെസ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന് മുമ്പേ എന്താണ് സ്ക്യൂനെസ് എന്ന് അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് സ്ക്യൂനെസ്? എല്ലാവർക്കും അറിയാം. സ്ക്യൂനെസ് ഈസ് ദി മെഷർ ഓഫ് അസിമെട്രി ഓഫ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ പി ഡി എഫ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ആ ഗ്രാഫ് ഇതുപോലെ സിമെട്രിക്കലായിട്ട് കിട്ടാം. സിമെട്രിക്കൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് പാർട്ടിലും പോസിറ്റീവ് പാർട്ടിലും ഏരിയ ഒരുപോലെ ആയിരിക്കും. ചിലപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പോസിറ്റീവ് പാർട്ടിലായിരിക്കും ഏരിയ കൂടുതൽ, എങ്കിൽ നമുക്ക് പറയാം ആ ഗ്രാഫ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ചിലപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നെഗറ്റീവ് ഭാഗത്തായിരിക്കും ഏരിയ കൂടുതൽ, എങ്കിൽ അത് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെന്ന് പറയാം. സിമെട്രിക് ആണോ, പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണോ, നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഉപയോഗിച്ചിട്ടാണ്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് β1 അല്ലെങ്കിൽ γ1. β1 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? β1 is equal to μ3 സ്ക്വയർ ഡിവൈഡ് ബൈ μ2 ക്യൂബ്. മനസ്സിലായല്ലോ? γ1 എന്താണ്? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് β1. ഈ ഫോർമുല നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും μ3യുടെ സ്ക്വയർ ആണ് എടുക്കുന്നത് അല്ലേ? μ3യുടെ സ്ക്വയർ. അപ്പോൾ ന്യൂമറേറ്റർ ഒരിക്കലും നെഗറ്റീവ് വരില്ല. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് μ2 ക്യൂബാണ്. μ2 എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. വേരിയൻസും ഒരിക്കലും നെഗറ്റീവ് വരില്ല അല്ലേ? അപ്പോൾ ന്യൂമറേറ്ററിൽ
നെഗറ്റീവ് വരില്ല, ഡിനോമിനേറ്ററിലും നെഗറ്റീവ് വരില്ല. അപ്പോൾ ഒന്നുകിൽ β1 0 കിട്ടും, അതല്ലെങ്കിൽ β1 0യേക്കാൾ വലിയ നമ്പറേ കിട്ടുള്ളൂ. ഒരിക്കലും β1 നമുക്ക് നെഗറ്റീവ് ആൻസർ ആയിട്ട് കിട്ടത്തില്ല. β1 0 ആണ് കിട്ടുന്നതെങ്കിൽ, β1 0 ആണെങ്കിൽ ആ ഗ്രാഫ് സിമെട്രിക്കൽ ആയിരിക്കും. മനസ്സിലായല്ലോ? β1 0 ആണെങ്കിൽ ഗ്രാഫ് എന്തായിരിക്കും? സിമെട്രിക്കൽ ആയിരിക്കും. β1 0 അല്ല എങ്കിൽ നമുക്ക് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണോ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണോ എന്ന് പറയാൻ പറ്റില്ല. സ്ക്യൂഡ് എന്ന് മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണോ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ γ1 കണ്ടുപിടിച്ച് നോക്കണം. γ1 എന്താണ്? ±√β1. ഈ γ1 നെഗറ്റീവ് ആകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? γ1 നെഗറ്റീവ് ആകുന്നത് μ3 നെഗറ്റീവ് ആണെങ്കിലാണ്. μ3 നെഗറ്റീവ് ആകുമ്പോൾ γ1 നെഗറ്റീവ് ആകും. μ3 പോസിറ്റീവ് ആകുമ്പോൾ ഈ γ1 എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണോ എന്ന് അറിയണമെങ്കിൽ γ1 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. γ1 ഗ്രേറ്റർ ദാൻ 0, അല്ലെങ്കിൽ μ3 പോസിറ്റീവായിട്ട് കിട്ടിയാൽ മതി. μ3 പോസിറ്റീവായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ, μ3 പോസിറ്റീവായിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് γ1 പോസിറ്റീവായിട്ട് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അന്നേരം ഗ്രാഫ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? γ1 ഗ്രേറ്റർ ദാൻ 0. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, μ3 പോസിറ്റീവായിട്ട് കിട്ടണം. μ3 പോസിറ്റീവ് ആണെങ്കിൽ ആ ഗ്രാഫ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. നെഗറ്റീവ്ലി സ്ക്യൂഡ് ആകണമെങ്കിലോ γ1 ലെസ് ദാൻ 0 ആയിരിക്കണം. γ1 ലെസ് ദാൻ 0 ആകണമെങ്കിൽ μ3 നെഗറ്റീവ് ആയിരിക്കണം. μ3 നെഗറ്റീവ്. μ2 ഒരിക്കലും നെഗറ്റീവ് കിട്ടില്ല. μ2 എന്ന് പറയുമ്പോൾ വേരിയൻസ് ആണ്. വേരിയൻസ് ആൾവേസ് പോസിറ്റീവ് അല്ലേ? അപ്പോൾ μ3 നെഗറ്റീവ് ആകുമ്പോഴാണ് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആകുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ് കുർട്ടോസിസ്. എന്താണ് കുർട്ടോസിസ്? ഇറ്റ് മീൻസ് എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് പീക്ഡ് ഓർ ഫ്ലാറ്റ്. അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത് നോർമൽ കർവിൽ നിന്നും എത്രത്തോളം മുകളിലാണ്, അതല്ലെങ്കിൽ നോർമൽ കർവിൽ നിന്നും അത് എത്രത്തോളം താഴെയാണ്. ഇതാണ് കുർട്ടോസിസ് വഴി നമുക്ക് കിട്ടുന്നത്. മനസ്സിലായല്ലോ? നോർമൽ കർവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീസോകോർട്ടിക് കർവ്. ഇപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത് നോർമൽ കർവിനേക്കാൾ മുകളിലാണെങ്കിൽ അത്തരം കർവിനെ നമ്മൾ ലെപ്റ്റോകോർട്ടിക് കർവ് എന്ന് വിളിക്കും. ലെപ്റ്റോകോർട്ടിക് കർവ്. ഇനി നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ് നോർമൽ കർവിനേക്കാൾ താഴെയാണെങ്കിൽ ആ കർവിനെ പ്ലാറ്റിക്കോർട്ടിക് കർവ് എന്ന് വിളിക്കും. ഇനി എങ്ങനെ ഒരു ഗ്രാഫ് മീസോകോർട്ടിക് ആണോ ലെപ്റ്റോകോർട്ടിക് ആണോ പ്ലാറ്റിക്കോർട്ടിക് ആണോ എന്ന് മനസ്സിലാക്കും. അതിനുവേണ്ടി നമ്മൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കുർട്ടോസിസ് ആണ് യൂസ് ചെയ്യുന്നത്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കുർട്ടോസിസ്, ദാറ്റ് ഈസ് β2 ഓർ γ2. β2 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? β2 is equal to μ4 divided by μ2 square. μ4 എന്ന് പറയുന്നത് ഫോർത്ത് സെൻട്രൽ മൊമെന്റ് ആണ്, ഡിവൈഡ് ബൈ μ2 സ്ക്വയർ. μ2 എന്ന് പറയുന്നത് സെക്കൻഡ് സെൻട്രൽ മൊമെന്റ്. ഓക്കെ, ദെൻ γ2 is equal to β2 മൈനസ് 3. ഇനി പ്ലാറ്റിക്കോർട്ടിക് ആണോ ലെപ്റ്റോകോർട്ടിക് ആണോ മീസോകോർട്ടിക് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും എന്ന് നോക്കാം. ഇപ്പോൾ β2 3 ആണ് കിട്ടുന്നതെങ്കിൽ ദ ഗ്രാഫ് ഈസ് മീസോകോർട്ടിക്. മനസ്സിലായോ? β2 3 ആണെങ്കിൽ ആ കർവ് മീസോകോർട്ടിക് കർവ് ആയിരിക്കും. അതല്ല എങ്കിൽ γ2 0 ആയിരിക്കണം. γ2 0 ആണെങ്കിൽ അതെന്തായിരിക്കും? മീസോകോർട്ടിക് കർവ് ആയിരിക്കും. നെക്സ്റ്റ്, β2 ഗ്രേറ്റർ ദാൻ 3, അതല്ല എങ്കിൽ ഓർ γ2 ഗ്രേറ്റർ ദാൻ 0. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ലെപ്റ്റോകോർട്ടിക് കർവ്. അപ്പോൾ ഒരു കർവ് ലെപ്റ്റോകോർട്ടിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി β2 ഗ്രേറ്റർ ദാൻ 3 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതല്ലെങ്കിൽ γ2 ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് പ്ലാറ്റിക്കോർട്ടിക് കർവ് β2 ലെസ് ദാൻ 3 ആയിരിക്കും, ഓർ γ2 എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. ഇത്രയാണ് കുർട്ടോസിസിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മെഷർ ഓഫ് സ്ക്യൂനെസ്സും മെഷർ ഓഫ് കുർട്ടോസിസും എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം മെഷർ ഓഫ് സ്ക്യൂനെസ്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് β1 is equal to μ3 സ്ക്വയർ ഡിവൈഡ് ബൈ μ2 ക്യൂബ്. നമുക്കറിയാം കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ
ഓഡ് ഓർഡർ സെൻട്രൽ മൊമെൻറ്റ്സ് എല്ലാം 0 ആണ്. ഇവിടെ μ3 എന്ന് പറയുന്നത് ഒരു ഓഡ് ഓർഡർ സെൻട്രൽ മൊമെൻ്റ് ആണ്, അതുകൊണ്ട് അത് 0 ആണ്. അപ്പോൾ 0² ഡിവൈഡ് ബൈ μ2 ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ 0യെ μ2 ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 0 കിട്ടും. സോ β1 = 0. β1 0 ആണ് കിട്ടിയെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക്. ഓക്കെ, നെക്സ്റ്റ് മെഷർ ഓഫ് കുർട്ടോസിസ്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കുർട്ടോസിസ് β2 = μ4 ഡിവൈഡഡ് ബൈ μ2². μ4 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. μ4 എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? μ4 = 1/4 + 1 × b - a the whole raised to 4 divided by 2 raised to 4. μk കണ്ടുപിടിക്കാനുള്ള ഫോർമുല അല്ലേ? μk = 1/k + 1 × b - a divided by 2 the whole raised to k. എപ്പോഴാണ് ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്? k ഒരു ഈവൻ നമ്പർ ആകുമ്പോൾ. ഇവിടെ k 4 ആണ്. സോ kക്ക് പകരം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് μ4 കിട്ടും. 1/4 + 1 × b - a by 2 the whole raised to 4. ന്യൂമറേറ്ററിന് raised to 4 കൊടുക്കുമ്പോഴാണ് b - a the whole raised to 4 ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിന് raised to 4 കൊടുക്കുമ്പോൾ 2 raised to 4. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് b - a the whole raised to 4 ഡിവൈഡ് ബൈ 80 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ μ4 കിട്ടി. μ2 എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് നമുക്കറിയാം b - a the whole square ഡിവൈഡ് ബൈ 12 ആണ്. അപ്പോൾ μ4നെ μ2² കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. μ4 എന്ന് പറയുന്നത് b - a the whole raised to 4 by 80 കിട്ടി ഡിവൈഡഡ് ബൈ μ2². μ2 എന്ന് പറയുന്നത് b - a the whole square ഡിവൈഡ് ബൈ 12 ആണ്, അതിൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് സിമ്പിൾ ഫോമിൽ 9/5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് β2 = 9/5. ഈ 9/5 എന്ന് പറയുന്നത് 3യേക്കാൾ ചെറിയ നമ്പറാണ് അല്ലേ? 9/5 ഈസ് ലെസ് ദാൻ 3. അപ്പോൾ β2 ലെസ് ദാൻ 3 കിട്ടിയാൽ അതിൽ നിന്ന് നമ്മൾ എന്ത് കൺക്ലൂഷനിലാണ് എത്തിച്ചേരുന്നത്? ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് അല്ലെങ്കിൽ ദ ഗ്രാഫ് ഈസ് പ്ലാറ്റിക്യൂർട്ടിക്. മനസ്സിലായല്ലോ? സോ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈസ് സിമെട്രിക് ആൻഡ് പ്ലാറ്റിക്യൂർട്ടിക്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദി MGF ഓഫ് rectangular distribution f of x = 1/2a, -a less than x less than a, 0 otherwise. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ ആദ്യത്തെ ഫോർമുല ഇതാണ്, mxt കാണാനുള്ള ഫോർമുല. mxt = e raised to bt minus e raised to at divided by t into b minus a. ഇപ്പോഴാ mxt ഇത് വരുന്നത്, അത് f of x എന്ന് പറയുന്നത് 1/b minus a, a less than x less than b, 0 otherwise. അതായത് കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ mxt കാണാനുള്ള ഫോർമുല. ഓക്കെ, പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഹൈപ്പർബോളിക് സൈനെ കുറിച്ചാണ്. ഹൈപ്പർബോളിക് സൈൻ അതായത് സൈൻ hx, ഹൈപ്പർബോളിക് സൈൻ ആ ഫംഗ്ഷനെ പേര് കൊടുക്കുന്നത് എങ്ങനെയാണ്? സൈൻ h എന്നാണ് പേര് കൊടുക്കുന്നത്. ഇൻപുട്ടായിട്ട് x ആ കൊടുത്തേക്കുന്നത്. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയും പോലെ ഹൈപ്പർബോളിക് സൈൻ ആകുമ്പോൾ സൈൻ hx എന്ന് പറയും, എച്ചും കൂടെ ചേർക്കും. സൈൻ hx ഹൈപ്പർബോളിക് സൈൻ. സൈൻ hx എന്തിന് ഈക്വലാണ്? അല്ലെങ്കിൽ സൈൻ hxൻ്റെ എക്സ്പൊണൻഷ്യൽ ഫോം എന്ന് പറയുന്നത് e raised to x minus e raised to -x ഹോൾ ഡിവൈഡ് ബൈ 2 ആണ്. മനസ്സിലായല്ലോ? ഇവിടെ f of x = 1/2a -a less than x less than a. ഇത് റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എയുടെ സ്ഥാനത്ത് ഇവിടെ -a ആണ് അല്ലേ? ലോവർ ലിമിറ്റ് എയുടെ സ്ഥാനത്ത് -a ആണ്. ആ സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ എയുടെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് -a ആണ്, ബിയുടെ സ്ഥാനത്ത് കിടക്കുന്നത് എയു ആണ്. എങ്കിൽ mxt എന്തായിരിക്കും? മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ mxt is equal to e raised to bt, e raised to bt. ബിയുടെ സ്ഥാനത്ത് ഇവിടെ a ആയതുകൊണ്ട് 80 എന്ന് എഴുതാം. e raised to 80 മൈനസ് e raised to 80. എയുടെ സ്ഥാനത്ത് ഇവിടെ ആരാണ്? എയുടെ സ്ഥാനത്ത് ഇവിടെ -a ആണ് അല്ലേ? എക്സിൻ്റെ ലോവർ ലിമിറ്റ് അതാണ് എ ഇവിടെ -a ആണ്. അതുകൊണ്ട് e raised to 80യുടെ സ്ഥാനത്ത് ഇവിടെ -80 എന്ന് എഴുതണം. ഡിവൈഡ് ബൈ t ഇൻറ്റു b - a. ഇവിടെ b അതായത് അപ്പർ ലിമിറ്റ് a ആണ്, ബിയുടെ സ്ഥാനത്ത് a മൈനസ്
ലോവർ ലിമിറ്റ് ഇവിടെ മൈനസ് എ ആണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് മൈനസ് എ, വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എ ടി മൈനസ് ഇ റൈസ് ടു മൈനസ് എ ടി ഹോൾ ഡിവൈഡ് ബൈ 2at എന്ന് കിട്ടും. ഇവിടെ എ പ്ലസ് എ എന്ന് കിട്ടും. എ പ്ലസ് എ 2a ആണ്. 2a ഇൻറ്റു ടി 2at. മനസ്സിലായല്ലോ? ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഇ റൈസ് ടു എ ടി മൈനസ് ഇ റൈസ് ടു മൈനസ് എ ടി ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതി, ബാക്കി ഒരു എ ടി ഉണ്ടല്ലോ ഡിനോമിനേറ്ററിൽ, അത് സെപ്പറേറ്റ് ആയിട്ട് 1/80 എന്ന് എഴുതി. ആദ്യം കിടക്കുന്ന ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇ റൈസ് ടു എ ടി മൈനസ് ഇ റൈസ് ടു മൈനസ് എ ടി ഹോൾ ഡിവൈഡ് ബൈ 2. അത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന ഫോമിൽ. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എ ടി വന്നിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 2 ആണെങ്കിൽ സൈൻ എച്ച് എക്സ് എന്ന് എഴുതാം. എങ്കിൽ എക്സിന് പകരം എ ടി ആയതുകൊണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എച്ച് ഹൈപ്പർബോളിക് സൈൻ, ഇൻപുട്ടായിട്ട് എക്സ് അല്ല വരുന്നത്, എ ടി ആണ്. എ ടി. ഇനി ആരാ ഉള്ളത്? ഡിവൈഡ് ബൈ 80. സോ മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ mxt ഈക്വൽ ടു സൈൻ എച്ച് 80 ബൈ 80. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് ഈസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 1 ആൻഡ് വേരിയൻസ് 4/3, ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 0. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതാണ്. അതിൻ്റെ മീൻ 1 ആണ്, വേരിയൻസ് 4/3 ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 0. ഇവിടെ ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ തന്നിട്ടുണ്ട് 1 ആണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് a പ്ലസ് ബി ബൈ 2 ആണല്ലേ? അപ്പോൾ a പ്ലസ് ബി ബൈ 2 ഈക്വൽ ടു 1. ഇവിടെ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുക, 1നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ a പ്ലസ് ബി ഈക്വൽ ടു 2. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 കിട്ടി. ഓക്കെ. നെക്സ്റ്റ് വേരിയൻസ് തന്നിട്ടുണ്ട് 4/3 ആണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് a മൈനസ് ബി ദി ഹോൾ സ്ക്വയർ ബൈ 12 ആണ്. അതിവിടെ കൊടുത്തിട്ടുണ്ട് 4/3 ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 12നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4/3 ഇൻറ്റു 12. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. അപ്പോൾ a മൈനസ് ബി ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് കിട്ടും. അതിനകത്ത് a മൈനസ് ബി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 16. a മൈനസ് ബി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 എന്ന് കിട്ടും. ഇതിനകത്ത് 2 ഇക്വേഷൻസ് എഴുതാം അല്ലേ? a മൈനസ് ബി ഈക്വൽ ടു 4 എന്നും എഴുതാം, a മൈനസ് ബി ഈക്വൽ ടു മൈനസ് 4 എന്നും എഴുതാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? a പ്ലസ് ബി ഈക്വൽ ടു 2. ഫസ്റ്റ് ഇക്വേഷൻ a പ്ലസ് ബി ഈക്വൽ ടു 2. ഇതിനകത്തുനിന്ന് ഒരു ഇക്വേഷൻ എടുക്കുക, a മൈനസ് ബി ഈക്വൽ ടു 4. ഈ 2 ഇക്വേഷൻസ് ഇവിടെ സോൾവ് ചെയ്ത് ഈ 2 ഇക്വേഷൻസും അനുസരിക്കുന്ന എയും ബിയും കണ്ടുപിടിക്കുക. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യണം അല്ലേ? അതിനുവേണ്ടി ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ പ്ലസ് ബിയും മൈനസ് ബിയുടെ ആഡ് ചെയ്യുമ്പോൾ അത് 2 ക്യാൻസലായി പോയിട്ട് 2a ഈക്വൽ ടു 4 പ്ലസ് 2 6 കിട്ടും. a ഈക്വൽ ടു 6/2 3 കിട്ടും. അപ്പോൾ a കിട്ടി. എന്താ കിട്ടിയത്? 3 എന്ന് കിട്ടി. ഇനി ഈ 2 ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബി കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തു, a മൈനസ് ബി ഈക്വൽ ടു 4. മൈനസ് ബിയെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി 4നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു. അപ്പോൾ a മൈനസ് 4 ഈക്വൽ ടു ബി. ദെൻ b ഈക്വൽ ടു 3 മൈനസ് 4 ഈക്വൽ ടു മൈനസ് 1. a 3യും കിട്ടി, b മൈനസ് 1ഉം കിട്ടി. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ എക്സിൻ്റെ ലോവർ ലിമിറ്റ് ആണ് a. അപ്പോൾ ലോവർ ലിമിറ്റ് ചെറുതും അപ്പർ ലിമിറ്റ് b ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് വലുതുമായിരിക്കണം അല്ലേ? അപ്പോൾ a ചെറുതും b വലുതുമായിരിക്കണം. ഇവിടെ കിട്ടിയത് a വലുതും കിട്ടി, b ചെറുതും കിട്ടി അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ഇക്വേഷൻസ് എടുത്ത് സോൾവ് ചെയ്യണം. ഫസ്റ്റ് ഇക്വേഷനും ഈ രണ്ടാമത്തെ ഇക്വേഷനും എടുത്ത് സോൾവ് ചെയ്യണം. a പ്ലസ് ബി ഈക്വൽ ടു 2, അതുപോലെ തന്നെ a മൈനസ് ബി ഈക്വൽ ടു മൈനസ് 4. ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും a ഈക്വൽ ടു മൈനസ് 1 എന്നും കിട്ടും, b ഈക്വൽ ടു 3 എന്നും കിട്ടും. ഇത് തിരിഞ്ഞ് കിട്ടും. a ഈക്വൽ ടു മൈനസ് 1 ആൻഡ് b ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ a എക്സിൻ്റെ ലോവർ ലിമിറ്റ് ഇവിടെ കിട്ടി -1, b അതിൻ്റെ അപ്പർ ലിമിറ്റ് അത് 3. അപ്പോൾ a ഈക്വൽ ടു -1ഉം b ഈക്വൽ ടു 3 എന്നും നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ഡിസ്ട്രിബ്യൂഷൻ എന്ന് എഴുതാം, PDF എഴുതാം. f of x ഈക്വൽ ടു 1/b മൈനസ് a if a ലെസ് ദാൻ x ലെസ് ദാൻ b 0 അതർവൈസ്. ഇവിടെ a -1ഉം b 3ഉം ആണല്ലേ? അപ്പോൾ 1/b മൈനസ് a എന്ന് പറയുമ്പോൾ 1/3 മൈനസ് -1, 1/3 പ്ലസ് 1
അപ്പോൾ 1/4 എന്ന് കിട്ടി. ഇഫ് a -1 ആണ് അല്ലേ, -1 ലെസ് ദാൻ x ലെസ് ദാൻ 3, 0 അതർവൈസ്. അപ്പോൾ നമുക്ക് PDF കിട്ടി. PDF കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 0. പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 0 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇൻ്റഗ്രൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. എങ്ങനെ? ഇൻ്റഗ്രൽ എക്സിൻ്റെ അപ്പർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് 0. ലോവർ ലിമിറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ എക്സിൻ്റെ ലോവർ ലിമിറ്റ് PDF നോക്കിയാൽ മതി. എക്സിൻ്റെ ലോവർ ലിമിറ്റ് PDF -1 ആയതുകൊണ്ട് ഇൻ്റഗ്രൽ -1 to 0 f of x dx. f of x എന്ന് പറയുമ്പോൾ 1/4 ആണ്. അപ്പോൾ 1/4 dx. ഇൻ്റഗ്രലിനകത്തൊരു കോൺസ്റ്റൻറ്റ് 1/4 കിടക്കുന്നത്, അത് പുറത്തെടുക്കുക. 1/4 ഇൻറ്റു ഇൻ്റഗ്രൽ -1 to 0 1 dx. 1ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? x ആണ്. അപ്പോൾ എക്സ് വിത്തിൻ ദ ലിമിറ്റ് -1 to 0 വിച്ച് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു അപ്പർ ലിമിറ്റ് ആദ്യം എക്സിന് കൊടുക്കുക. അപ്പോൾ 0 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് -1 ആണ്. അപ്പോൾ 0 മൈനസ് -1, മൈനസ് ഓഫ് -1 എന്ന് പറയുന്നത് 1 ആണ്. ആൻസർ 1/4 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുന്നത് 1/4 ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. എക്സ് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓവർ ദ ഇൻ്റർവൽ AB, then y is equal to px plus q follows uniform distribution over the interval PA plus q, PB plus q. ഇവിടെ എക്സ് ഫോളോ ചെയ്യുന്ന ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് ഓവർ ദ ഇൻ്റർവൽ AB. ദെൻ y ഈക്വൽ ടു PX plus q. റാൻഡം വേരിയബിൾ y ഫോളോ ചെയ്യുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ തന്നെ ആയിരിക്കും ഓവർ ദ ഇൻ്റർവൽ PA plus q, PB plus q. ഈ PA plus q എങ്ങനെയാണ് കിട്ടിയത്? ഈ A ഈ പി ഇൻറ്റു ഈ എക്സിൻ്റെ പകരം കൊടുത്തു. അപ്പോൾ y is equal to PA plus q എന്ന് കിട്ടി. അതുപോലെ ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ബി എടുത്ത് ഈ എക്സിന് പകരം കൊടുത്തു. അപ്പോൾ PB plus q കിട്ടി. അപ്പോൾ ഇത് ഉപയോഗിച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇഫ് എക്സ് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വിത്ത് PDF f of x ഈക്വൽ ടു 1/2a, -a ലെസ് ദാൻ x ലെസ് ദാൻ a, 0 അതർവൈസ് ഫൈൻഡ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y is equal to x plus a. f of x എന്ന് പറഞ്ഞിട്ട് PDF തന്നിട്ടുണ്ട്. നമുക്ക് y is equal to x plus a, ഈ y എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ PDF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ f of x എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ എക്സിൻ്റെ PDF ആണ്. എക്സ് ഫോളോ ചെയ്യുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുകൊണ്ട് y is equal to x plus എയും ഫോളോ ചെയ്യുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും. y ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓവർ ദ ഇൻ്റർവൽ. ഇപ്പോൾ ആദ്യം ഈ y എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ ലോവർ ലിമിറ്റ്, ദെൻ അപ്പർ ലിമിറ്റ്. വൈയുടെ ലോവർ ലിമിറ്റ് എങ്ങനെ കിട്ടും? എക്സിൻ്റെ ലോവർ ലിമിറ്റ് -a ആണല്ലേ. എക്സിൻ്റെ ലോവർ ലിമിറ്റ് -a ആണ്. അതെടുത്ത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് കൊടുത്താൽ മതി. അപ്പോൾ y എന്തായിരിക്കും? എക്സ് -a ആകുമ്പോൾ y എന്തായിരിക്കും? y is equal to -a plus a ഈക്വൽ ടു 0. ഇപ്പോൾ ലോവർ ലിമിറ്റ്, വൈയുടെ ലോവർ ലിമിറ്റ് 0. ഇനി ഈ y എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കണം. എക്സിൻ്റെ അപ്പർ ലിമിറ്റ് എന്താണ്? a ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് a കൊടുത്താൽ മതി. അപ്പോൾ y is equal to a plus a, അത് 2a എന്ന് കിട്ടും. സോ y ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓവർ ദ ഇൻ്റർവൽ 0 to a. നമുക്ക് എൻ്റെ PDF എഴുതാം. വൈയുടെ PDF നമുക്ക് g of y എന്ന് എഴുതാം. g of y is equal to ലിമിറ്റ് എന്താണ്? 0 ലെസ് ദാൻ x ലെസ് ദാൻ 2a. അപ്പോൾ ഇതിൻ്റെ PDF എന്താണ്? 1/b minus a. ബിയുടെ സ്ഥാനത്ത് 2a ആണ്. അപ്പോൾ 2a minus a, എയുടെ സ്ഥാനത്ത് 0 ആണ്. അപ്പോൾ 1/2a, 0 ലെസ് ദാൻ x ലെസ് ദാൻ 2a, 0 അതർവൈസ്. ഇതാണ് ഈ y എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ PDF. ഓക്കെ.